ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പ് അല്ലേ, ഞങ്ങൾ മാത്രമായിട്ട് ഫസ്റ്റ് ലോങ് ട്രിപ്പ് ആട്ടോ അത്. ആളിവിടെ ഉണ്ട്, ഡ്രൈവിങ്ങിൽ ഫുള്ള് കോൺസെൻട്രേഷൻ. ഞങ്ങൾ കോയമ്പത്തൂരേക്ക് പോവാം. ഞാൻ പഠിച്ചതൊക്കെ അവിടെ ഉണ്ടോ, കോളേജും സ്കൂള് 12th അവിടെ ആയിരുന്നു. അപ്പോൾ കുറേ വർഷം അവിടെ ആയിരുന്നു ഞാൻ. അവിടെ നിന്നാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി അവിടുത്തെ കാര്യങ്ങൾ, ആക്ച്വലി വേറൊരു കാര്യമുണ്ട്, ഇവിടെ പോകാനായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതിനായിട്ടാണ് മെയിൻ പോകുന്നത്. പിന്നെ വാവ കോയമ്പത്തൂര് കണ്ടിട്ടില്ല അല്ലേ, അപ്പോൾ അവിടെ മൊത്തമൊന്ന് ചുറ്റിയിട്ടൊക്കെ വരാം. എൻ്റെ കോളേജും സ്കൂളൊക്കെ ഒന്ന് കാണിച്ച് ഞാൻ കറങ്ങി ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ആളെയും കൊണ്ടുപോയി കറങ്ങാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ ഓൺ ദ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടി. ഞങ്ങൾ ഉച്ചയ്ക്ക് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയതാ, തൃശ്ശൂർ കഴിഞ്ഞിട്ടില്ല അല്ലേ, സത്യം 5:30 ആകുമ്പോൾ കോയമ്പത്തൂര് എത്തണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. ഇപ്പം ഗൂഗിളിൽ എത്ര കാണിക്കുന്നത്? 8:30, 5 മണിയായി. ഈ സമയത്ത് ഞങ്ങൾ അവിടെ എത്തണമെന്ന് വിചാരിച്ചതാ. പുള്ളി നേരത്തെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ. നാളെ ആയിരിക്കും എനിക്ക് ഇറക്കം മൊത്തം. ഇന്ന് പോയി കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചതാ, നടന്നില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നേരത്തെ എത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വൻ ബ്ലോക്കായിരുന്നു. അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് അറിയാൻ പറ്റുമായിരിക്കും. എങ്ങനെയുണ്ട് ഇത്ര നേരം വണ്ടി ഓടിച്ചിട്ട് ബ്ലോക്കിലേക്ക് കിട്ടും. ഇതിനാണ് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പറയുന്നത്. ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്തില്ല. ഇനിയിപ്പോൾ അടുത്ത ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഞാനും ഉണ്ട് അല്ലേ? അതെ, ഇപ്പൊ കിടന്ന് ഉറങ്ങി. ഞാൻ നിൽക്കും, ഞാൻ എനിക്ക് പറയാനല്ലേ പറഞ്ഞ പോലെ പാലരുട്ടത്തുണ്ടാക്കിയ ബ്ലോക്കിന്റെ അത്ര ആയില്ലല്ലേ ഉണ്ണി? നല്ല മതിപ്പല്ലല്ലോ പിടിച്ച് നല്ല രീതിക്ക് പഠിപ്പിച്ചു തരേണ്ട കടമ ആരുടെയാ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. അന്നേ ഞാൻ പറഞ്ഞപ്പോഴേ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഒന്ന് അനക്കായിരുന്നു. ഒരിക്കൽ ഒറ്റ പ്രാവശ്യം പിന്നെ എന്നാ സരിക്കിട്ടുണ്ടോ? ഓടിക്കാം, ഓടിച്ച് കാണിച്ചു കൊടുക്കാം. നമുക്കൊരു കാര്യം കാണിച്ചു തരാം. അതാണ് ആ ബിൽഡിംഗ് ആണ് ശ്രീചക്ര, അതായത് നമ്മുടെ വാളയാർ പരമശിവൻ വന്ന് താമസിച്ച സ്ഥലം. റൺവേ അനിയൻ വന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലം. ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെടാന്നാണ് ആള് പറയുന്നത്. നാട്ടിൽ പോകുമ്പോൾ ഞാനും ചിന്നു എപ്പോഴും, ചേച്ചി ഞാനും കൂടെ ഡയലോഗ് പറയണത്. ചിന്നു വീഡിയോ കാണുമ്പോൾ പറയും, ചേച്ചിയോ ഞാനോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞ ചേച്ചി. ഞാൻ ഇവിടെ പോയിട്ടാണ് വന്ന് നടുവെന്ന് പറഞ്ഞത്. ഇവിടെ വെറുതെ ഇരിക്കണ എനിക്ക് തന്നെ വല്ലാത്ത ക്ഷീണം. അപ്പോൾ ഓടിക്കണ ആളെ പറയണല്ലോ. ഇത്രയും വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടാവൂലേ? അതെ, ഹെവി വെഹിക്കിൾസ് തന്നെ പോകും. അങ്ങനെ നീണ്ട കഠിനമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹോട്ടൽ മുറിയിലെത്തി കേട്ടോ. എങ്ങനെയെങ്കിലും റൂമിൽ പോയി ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. റൂം അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു കേട്ടോ. 2 ദിവസം സ്റ്റേ ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക്. നല്ല കോംപ്ലിമെൻ്ററി സാധനങ്ങളും കെറ്റിൽ, ചായപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജാറിലുള്ള ബിസ്ക്കറ്റ് ഫ്രീ ആയിരുന്നു. പിന്നെ കൊട്ടയിലിരിക്കുന്ന സാധനമെല്ലാം പൈസയ്ക്കാണ്. 45 രൂപയുടെ പാക്കറ്റ് ചിപ്സിന് അവർ ചാർജ് ചെയ്തത് 125 രൂപയാണ്. പിന്നെ ഇത് വാഷ്റൂം, കോംപ്ലിമെൻ്ററി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റായിരുന്നു കേട്ടല്ലോ. ഒരുപാട് ചുറ്റിനങ്ങളും എല്ലാ വഴി അടച്ചു വെച്ചേക്കാം. എൻ്റെ കോളേജൊക്കെ കാണിച്ചുകൊണ്ട് വരാനൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. ഞാൻ പോലും കാണാത്ത വഴി, 5 വർഷം ഇവിടെ കിടന്നിട്ട് കാണാത്ത വഴിയൊക്കെ ഞങ്ങൾ വന്നത്. കുഴപ്പമില്ലായിരുന്നല്ലേ? എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ചാലക്കുടി പഠിച്ച് വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ റൂമിൽ എത്തിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കോമ്പാക്റ്റ് ആണ്. അതായത് എക്സിക്യൂട്ടീവ് റൂം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല. നമുക്ക് പിന്നെ കറക്കം മൊത്തം പുറത്തായിരിക്കുന്നത്. കിടക്കാൻ ഒക്കെയാണ്. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. സമയം നല്ല വിശപ്പെട്ടു. ഫുഡ് കഴിക്കണം, ഒന്ന് പുറത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് കിടക്കും. ഇനി പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ പോയിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ HMRലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ HMRയിൽ നിന്ന് സ്പെഷ്യലായിട്ട് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തു. തന്തൂരി ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് വൈസ് റെസ്റ്റോറൻറ്റ് ഓക്കെയാണ്, റേറ്റിംഗ് ശരിയാണ്. പക്ഷേ നമുക്ക് വാഷിംഗ് ഏരിയ, ബാക്കി ഹൈജീൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമായിരുന്നു. വാഷിംഗ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കൈ കഴുകാൻ തോന്നത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ. അത് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റിയത്. പക്ഷേ ഫുഡ് ഓക്കെ ആയിരുന്നു, നീറ്റായിരുന്നു. അപ്പോൾ പാർട്ട് 1 ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കേട്ടോ. ബൈ.